أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا هاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة. قال رسول الله صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجيرا عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنتم لنا حصن حصين من شر إبليس اللعين وكل بلوى والسنين. يا أهل بدر الشهداء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. بجاهكم كم فرج وكم فتوحات تجي لكرب وحرج. يا أهل بدر الشهداء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ربنا آتنا وحل البلايا والعنا وفرحنا بالهنا بأهل بدر الشهداء. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും സമാദരണീയരായ റീജിയണൽ നേതൃത്വം, മുന്നരായ അബ്ദുൽ മജീദ് സഖാഫി ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട അസീസ് ഖ, അതുപോലെ തന്നെ സഖാഫി, ഈ സെക്ടർ വായതിൻ്റെ അധ്യക്ഷ സഖാഫി ഉസ്താദ് അവറുകൾ, മറ്റു പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ അത് നമ്മിൽ നിന്ന് അതിൻ്റെ പകുതി സമയവും നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വല്ല പിഴവുകളുണ്ടെങ്കിൽ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഇനിയുള്ള സമയങ്ങളിൽ കഴിഞ്ഞ സമയത്തേക്കാൾ അതിപ്രധാനമായതാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാന ഭാഗത്ത് ആദ്യം ഇല്ലാത്ത അതിനേക്കാൾ ഉഷാറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയവും അഹ്ലുകാരെയും മറ്റുള്ളവരെയും ഉണർത്തുമായിരുന്നു. അല്ലാഹു നമുക്ക് ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു അതിലൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന
കൂട്ടത്തിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഹബീബുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്കിതാ ഒരു മഹത്തായ മാസം വരാനിരിക്കുകയാണ്. അതിമഹത്തായ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഈ മാസം ആഗതമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു വിശേഷണത്തെ പരിശുദ്ധ റമളാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തി. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുക, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ നന്മയിലേക്ക് മുന്നിട്ട് വരുന്ന ആളുകൾക്ക് സ്വർഗം കൊള്ളാൻ അടുക്കാനുള്ള അതിന്റെ അകലം കുറയുകയാണ്. എന്നാൽ ചില ആളുകൾ പരിശുദ്ധ റമളാൻ വന്നിട്ടും റമളാനിനെ വേണ്ടത്ര മനസ്സിലാക്കാതെ, റമളാനിനെ ഉൾക്കൊള്ളാതെ, റമളാനിന്റെ ദിനങ്ങളെ, സമയങ്ങളെ, അതിമഹത്തായ സന്ദർഭങ്ങളെ നഷ്ടപ്പെടുത്തി ഏതൊരു രൂപത്തിലാണോ റമളാനിന് മുമ്പുണ്ടായിരുന്നത് അതേ ഒരു രൂപത്തിൽ ഒരു മാറ്റവുമില്ലാതെ കടന്നു പോകുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ റമളാനിൽ ഒരു മുഅ്മിനായ വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി, അദ്ദേഹത്തിന് കിട്ടേണ്ടത് രണ്ട് രൂപത്തിലുള്ള പ്രഭയാണ്. ഒന്ന് നൂറുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ അതിമഹത്തായ പ്രഭ. നമുക്കറിയാം പരിശുദ്ധ റമളാൻ, ഈ പരിശുദ്ധ റമളാൻ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ റമളാൻ ഇറങ്ങി എന്നുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമളാൻ, ഈ റമളാനിന്റെ അതിമഹത്വം എന്നുള്ളത് ഈ റമളാനിന്റെ അതിമഹത്തായ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം സംഭവിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മാസക്കാലം മുഴുവനും പരിശുദ്ധ റമളാനിന് വലിയ മഹത്വം കൽപ്പിച്ചു. എന്നാൽ ചില ആളുകൾ പരിശുദ്ധ റമളാൻ ആയാൽ തന്നെ ആ പരിശുദ്ധ ഖുർആനിനോട് അടുക്കാത്ത എത്രയോ ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനിന്റെ നെഞ്ചിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും പരിശുദ്ധ ഖുർആനുമായുള്ള നല്ല ബന്ധം ഉണ്ടാകണം. ആ ബന്ധം കൊണ്ട് മാത്രമേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാന് വളർന്ന് അത് അവന്റെ മരണം സംഭവിക്കുന്ന സമയത്ത് യഖീനോടെ ഈ ലോകത്ത് നിന്ന് മരണപ്പെടാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഓരോ റമളാനുകളും കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ഈമാനിന് മാറ്റു കൂട്ടിക്കൊണ്ടിരിക്കണം, നമ്മുടെ ഈമാന് പുതുങ്ങിക്കൊണ്ടിരിക്കണം. ഓരോ ഈ സന്ദർഭങ്ങളും വരുമ്പോൾ പരിശുദ്ധ ഖുർആനുമായുള്ള പഠനവും അതുമായുള്ള കൂടുതൽ ബന്ധവും ഓരോ മുഅ്മിനിനെയും ആ പ്രഭ സ്വീകരിക്കാൻ, പരിശുദ്ധ ഖുർആൻ മുഅ്മിനിന് നൽകുന്ന വെളിച്ചം അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ ഉടമയായി ഓരോ വിശ്വാസികളും മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടുതൽ ഖുർആനുമായി അടുക്കാനുള്ള വലിയ അവസരം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. മറ്റൊന്നാണ് നൂറു റമളാൻ. റമളാനിന്റെ ഒരു നോമ്പുകാലം, ഒരു വർഷക്കാലത്തെ, ഒരു മാസക്കാലത്തെ, ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന റമളാനിന്റെ അതിമഹത്തായ പ്രഭ. ഒരു നോമ്പുകാരൻ من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ നോമ്പ് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകും. അല്ലാഹു എന്നോട് കൽപ്പിച്ചതാണ്. ആ നല്ല ഈമാനോടുകൂടെ ഇത് ഞാൻ നന്നായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ ഉള്ളത് അതൊക്കെ ലഭിക്കും എന്ന വലിയ ധാരണയിൽ, എന്ന വലിയ അതിമഹത്തായ ചിന്തയിൽ ഒരാള് നോമ്പുകാലം, അവന്റെ വ്രതം നല്ല സൂക്ഷ്മമായ നോമ്പുകാരനായി കഴിഞ്ഞാൽ മറ്റു ഹദീസുകളിൽ കാണാം, അവന്റെ കഴിഞ്ഞ ദോഷങ്ങൾ മാത്രമല്ല വരാനിരിക്കുന്ന അവന്റെ ജീവിതവും സംശുദ്ധമാകാൻ
റമളാനിലെ ഒരു മാസക്കാലത്തെ നോമ്പ് അവന് ഉപകരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദ്യ സമയത്ത് റമളാനിൽ നമുക്കുണ്ടാകുന്ന ആവേശം, അതല്ലെങ്കിൽ പൊതു ആളുകൾക്കുണ്ടാകുന്ന ഒരു വലിയ ഈമാനിക കരുത്ത്, അത് രണ്ടാമത്തെ പത്താകുമ്പോ ചിലപ്പോൾ ചില ആളുകളിൽ നിന്ന് ചുങ്ങിപ്പോകുന്നു. അത് അവസാനത്തെ പത്താകുമ്പോൾ അത് തീരെ ഇല്ലാതെയാകുന്നു. ആഘോഷങ്ങൾക്കും വലിയ വലിയ സംഗമങ്ങൾക്കുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവര് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഈ ഒരു ലൈഫുള്ള ഈമാനായി നമ്മൾ റമളാനിൽ മാറാൻ പാടില്ല. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിന്റെ അവസാനം ആകുമ്പോഴേക്ക് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന വലിയ ആഗ്രഹത്തോടുകൂടെ വലിയ ഇബാദത്ത് മുൻകാലങ്ങളിൽ, അതല്ലെങ്കിൽ ഒന്നാമത്തെ പത്തിലും റമളാനിന്റെ ആദ്യത്തെ സമയത്തും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ സമയത്തെ അളന്നു മുറിച്ച് പരിശുദ്ധ റമളാനിന്റെ അവസാന സമയങ്ങൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തുണക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ എല്ലാ ദിവസങ്ങളും ഓരോ രാത്രികളും അതിമഹത്തായതാണ്. പരിശുദ്ധ റമളാൻ നമുക്ക് വിശേഷ ദിനങ്ങളിൽ അതിമഹത്തായ വിശേഷ ദിനമാണ് പരിശുദ്ധമായ ബദറിന്റെ ഓർമ്മകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, ബദറിങ്ങളെ പറ്റി പറയാനും ബദരീങ്ങളെ പറ്റി സ്മരിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടുക എന്നത് തന്നെ വളരെ മഹത്തായ ഒരു സൽക്കർമ്മമാണ്. ഇന്ന് വലിയ ഒരു മജ്ലിസൊക്കെ നമ്മുടെ പരിധിയിൽ തന്നെ നടന്നു. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. നാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബദരീങ്ങളെ പറ്റിയാണ്. ആരാണ് ബദരീങ്ങൾ? നമുക്കറിയാം, ബദർ എന്ന് പറയുന്നത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഏകദേശം 130ഓളം കിലോമീറ്റർ ബദറിൽ നിന്ന് മക്കയിലേക്കുണ്ട്. 140ഓളം കിലോമീറ്റർ മദീനയിലേക്കുമുണ്ട്. അങ്ങനെ മക്കയുടെയും മദീനയുടെയും ഇടക്ക് പഴയ കാലങ്ങളിൽ ഖുറൈശികളും മറ്റു അറബി പ്രമുഖന്മാരുമൊക്കെ കച്ചവടത്തിന് വേണ്ടി മേടിക്കുന്ന, അതല്ലെങ്കിൽ ഷാമിലേക്ക് കൂടുതൽ ആളുകൾ പോകുമ്പോൾ ഒരു ഇടത്താവളമായിരുന്നു ശരിക്ക് ബദർ എന്ന് പറയുന്ന സ്ഥലം. ബദർ എന്ന് പേരുള്ള ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട, ഒരു അറബിയുമായി ബന്ധപ്പെട്ടാണ് ആ സ്ഥലത്തിന് ബദർ എന്ന പേര് ലഭിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഈ ബദറിലാണ് ഈ സംഭവം നടന്നത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ തുച്ഛം വരുന്ന കുറച്ച് സ്വഹാബികളും ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളെ ഒന്ന് അവിടെ വെച്ച് കാണുക, അതല്ലെങ്കിൽ അവരുടെ ചിന്തയും, അതല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകളായ ആളുകളെ ഇനി എങ്ങനെയാണ് ഈ മക്കയിലുള്ള മുശ്രിക്കുകൾ അവർ ചെയ്യുന്നത്, അവർ എന്താണ് തീരുമാനം എന്നറിയുന്നതിന് വേണ്ടി, ആ അഭിപ്രായ ആരായണത്തിന് വേണ്ടിയാണ് ശരിക്ക് ബദറിലേക്ക് പുറപ്പെട്ടത്. നമുക്കറിയാം, ഇസ്ലാമിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ബദർ തുടങ്ങിയത്, അതിൽ ബദർ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അറ്റാക്ക് ഉണ്ടായതാണ് എന്നൊക്കെ പറയാറുണ്ട്. ചരിത്രം കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ അല്ല നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. നമുക്കറിയാം, ഇസ്ലാമിന്റെ ആവിർഭാവം, മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള ആ വരവ്, അതിനുശേഷം അദ്ദേഹം ഉമയ്യത്ത് എന്ന് പറയുന്ന തന്റെ യജമാനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന അതികഠോരമായ പീഡനങ്ങൾ നമുക്കറിയാം. നട്ടുച്ച വെയിലിൽ മണലാരണ്യത്തിൽ കിടത്തി വിവസ്ത്രനായി അദ്ദേഹത്തെ വലിയ പാറക്കല്ല് നെഞ്ചിൽ കയറ്റി വലിയ അക്രമങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു പറയാൻ വേണ്ടി ഉമയ്യത്ത് പീഡനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ വേദനയിൽ ഇരിക്കുന്ന ആ വലിയ സംഘകരമായ കാഴ്ച കണ്ടിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് കൊടുത്തും അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നത്. വലിയ ഒരു തുക കൊടുത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത്. ആ ചരിത്രം വിശദമായി നമുക്കറിയാവുന്നത് കൊണ്ട് പറയുന്നില്ല. അങ്ങനെ തുടങ്ങി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, സ്വബറൻ യാ അഹ്ല യാസിർ, ഓ യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക, ഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമുണ്ട്. വളരെ നീചമായ രൂപത്തിലാണ് യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ അവിടുത്തെ മുശ്രിക്കുകളായ ആളുകൾ പീഡനങ്ങൾ അഴിച്ചുവിട്ടത്. മാത്രമല്ല ഇതിന്റെ പേരിൽ അടിക്കടി ഉണ്ടായ മുസ്ലിമീങ്ങളായ ആളുകൾക്കുണ്ടായ അടിക്കടി പീഡനങ്ങളെ കൊണ്ട് ഹബിഷയിലേക്കുള്ള യാത്രയും അവിടുന്ന് തിരിച്ചു വരവും ഒക്കെ ഉണ്ടായിട്ടും പല പ്രമുഖന്മാരായ ആളുകളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു ചോദിച്ചു, നബിയെ നമുക്കൊന്ന് എതിർത്തുകൂടെ, നമുക്ക് ഈ നമ്മെ പീഡിപ്പിക്കുന്ന ജനതയോട് എന്തെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് പെരുമാറിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആദരവായ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല, സമയമായിട്ടില്ല, നമുക്ക് എതിർക്കാനുള്ള സമയമായിട്ടില്ല. 13 വർഷക്കാലത്തെ വലിയ പീഡനങ്ങൾക്ക് അവസാനമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് ആ കഅബാലയത്തിന്റെ അടുത്ത് നിന്ന് ദുആ ചെയ്തത് നമുക്കറിയാം. ഈ ശത്രുക്കൾ ഈ ഭൂമിയിൽ നിന്ന്, ഈ രാജ്യത്ത് നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല, ഞാൻ ഈ മക്ക ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന പ്രാർത്ഥന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്. എത്രയാണ് അവിടുന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് ആയി വരുമ്പോ എന്തെല്ലാം വികാരങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്, എന്തെല്ലാം പ്രയാസങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ വീട് വിട്ടിറങ്ങുമ്പോ അതും നമുക്ക് സന്തോഷത്തിന്, ജോലിക്ക് വേണ്ടി, നമ്മുടെ അന്നത്തിന് വേണ്ടി നാം ഇറങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രയാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഒരു രാജ്യം വിട്ട് ആ രാജ്യത്തെ ജനങ്ങൾ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ പലായനം ചെയ്യുന്ന, ഇതുവരെ അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്, ഒരു അവസ്ഥാവിശേഷമാണ് ചരിത്രത്തിൽ നമുക്ക് ബദറിന്റെ മുമ്പുള്ള അവസ്ഥ, മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്നിട്ടും മദീനയിൽ വന്ന മഹാന്മാരായ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ക്ഷമിച്ചു. എങ്ങനെ? മക്കയിൽ നിന്നൊരാള് മദീനയിൽ വന്ന് അയാൾ മുസ്ലിമായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ തിരിച്ചയക്കണമെന്ന തീർത്തും ഇസ്ലാമിന് അന്യമായ, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത, സമ്മതിക്കാൻ പറ്റാത്ത അത്രയും വലിയ കരാറിൽ പോലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം കൊണ്ട് ഒരാൾക്കും ശത്രുക്കൾക്ക് പോലും ഇവിടെ അക്രമം പാടില്ല എന്ന വലിയ ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പഠിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുന്ന മുസ്ലിമീങ്ങളെ അവരുടെ സമ്പത്തും അവരുടെ എല്ലാം കവർന്നെടുത്ത മക്ക മുശ്രിക്കുകൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്കുള്ള വലിയ കച്ചവട സംഘം വലിയ ലാഭത്തോടുകൂടെ തിരിച്ചു വരുമ്പോ അവരെ സ്വീകരിക്കാൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഈ സന്ദർഭത്തിലാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുച്ഛം വരുന്ന സഹാബത്തിനോട് കൂടിയാലോചിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം? മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ വലിയ കച്ചവടത്തിൽ വലിയ ലാഭവുമായി അവർ തിരിച്ചു വരികയാണ്. അവരെ ഒന്ന് നമുക്ക് നേരിടാൻ കഴിഞ്ഞെങ്കിൽ വളരെ നല്ലതാണ് എന്ന അഭിപ്രായം മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചിച്ചപ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം മുഹാജിറുകളായ ആളുകൾ, മക്കയിൽ നിന്ന് ഹിജറ വന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവുകയില്ല. കാരണം അത്രയും പീഡനങ്ങൾ സഹിച്ച് ഇവിടെ എത്തിയതാണ്. പക്ഷേ അൻസാറുകളായ ആളുകളുടെ നിലപാട്, ആ സ്വഹാബത്തിന്റെ നിലപാട് എന്താണ് എന്ന് അറിയാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം. അവിടുന്ന് അവർ പറഞ്ഞു,
ഓ നബിയേ നഹ്നു നുഖാതിലു അൻ യമീനിക വശിമാലിക വബൈന യദൈക. അവര് മറുപടി പറഞ്ഞു, ഓ നബിയേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വലം ഭാഗത്തും ഇടഭാഗത്തും മുന്നിലും ബാക്കിലും ഒക്കെയായി നബിയെ അങ്ങ് എന്താണ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവരുടെ ശരീരം മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും തൃപ്തിക്ക് വേണ്ടി അവർ സമർപ്പണം ചെയ്തപ്പോൾ ആണ്, പ്രിയമുള്ള സഹോദരന്മാരെ, ആ ബദർ എന്ന സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം വളരെ തുച്ഛം വരുന്ന 300-ൽ പരം സ്വഹാബത്തുമായി വെറും അവരെ ഒന്ന് തടുക്കുക എന്ന അവരുടെ ശക്തി എങ്ങനെയുണ്ട്, അവരെന്താണ് ഇതിന് ചെയ്യുന്നത്, ഇതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ഇനി എന്തൊരു അക്രമത്തിനാണ് അവർ ഒരുങ്ങുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ബദർ നടന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ ഈ വലിയ സംഭവം, പ്രിയമുള്ളവരെ, പല ആളുകളും ഇസ്ലാമിനെ എതിർക്കുന്ന പല ആളുകളും അതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ യഥാർത്ഥ കൃത്യമായ വായന നമ്മൾ വായിക്കുമ്പോൾ ബദർ നമുക്ക് തരുന്ന പാഠം, പ്രിയമുള്ളവരെ, നിൽക്കക്കള്ളിയില്ലാതെ മുസ്ലിമീങ്ങൾക്ക് ഇനി എന്ത് ചെയ്യും എന്ന് അവരന്താളിച്ച സമയത്താണ്, പ്രയാസപ്പെട്ട സമയത്താണ് ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ സ്വഹാബത്തിന്റെ ഓർമ്മയാണ് റമളാൻ 17-ന്, ഹിജ്റ 2-ാമത്തെ വർഷം റമളാൻ 17-നാണ് ബദർ നടന്നത്. നമുക്കൊക്കെ അറിയാം. ഇന്ന് വളരെ വിപുലമായി മൗലിദും പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് പ്രിയമുള്ളവരെ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, വലിയ ആ സ്വഹാബത്തിന്റെ വലിയ അർപ്പണം, വലിയ ഈമാന്, ആ ഈമാന് നമ്മുടെ കൈമുതലാക്കണം. ആ ഈമാന് നമുക്കുണ്ടാവണം. ഏത് വിഷയങ്ങളിൽ നമ്മള് അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നന്നായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മളൊരു മുഅ്മിനിന്റെ ചിട്ടയായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചിട്ടകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്നവരായിരിക്കണം നമ്മൾ. പരിശുദ്ധ ഖുർആൻ വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ പറഞ്ഞത് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈമാനുള്ള ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്, നല്ല ഈമാനും ആ ഈമാനിനനുസരിച്ച് നല്ല അമലുസ് സ്വാലിഹാത്തും ഉള്ള ആളുകൾ അവര് വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അല്ലദീന അമലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, നന്മയിലും അതുപോലെ തന്നെ പരസ്പരമുള്ള സഹകരണത്തിലും ഒപ്പം നിൽക്കുന്ന ആളുകൾ. അഹ്ലുസുന്ന വൽ ജമാഅ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രവർത്തനങ്ങളും നമുക്കറിയാം. നമ്മുടെ ഒരു ചെറിയ സമയം നമ്മൾ കൂടിയിരിക്കൽ പോലും അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നാം നടത്തുന്ന ഓരോ മീറ്റിങ്ങുകളും, പ്രിയമുള്ളവരെ, നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അത് ഈമാനിന്റെ നിലനിൽപ്പിന്, നമ്മുടെ ഈമാനിന്റെ നിലനിൽപ്പിന് ഇന്നത്തെ കാലത്ത് നാം ചെയ്യുന്ന വലിയ ധർമ്മ സമരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അടിയുറച്ച വിശ്വാസത്തോടെ കൂടെ പ്രവർത്തിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനയിൽ പ്രിയമുള്ളവരെ മുഅ്മിനീങ്ങളെ ഗുണഗണങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞായി കാണാം, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, അവർക്ക് ലഭ്യമായ ധനത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അങ്ങനെ 6-7 കാര്യങ്ങൾ അവിടെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നാം ഈമാനുള്ളവരാണ്, ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, നാം ബദർ മൗലിദ് പാരായണം ചെയ്യുന്നവരാണ്, അവരെ കുറിച്ച് പാടുന്നവരാണ്, പറയുന്നവരാണ് എന്ന ഈമാൻ മാത്രമല്ല നമുക്കുണ്ടാകേണ്ടത്, അവരെ അർപ്പിച്ച ആ അർപ്പണബോധം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുമ്പോ, അത് മറ്റുള്ള ആളുകൾ നമ്മെ നോക്കിക്കാണുമ്പോ നമ്മിൽ നിന്ന് അതിന്റെ എതിരായ പ്രവർത്തനങ്ങൾ, ഒരു ജമാഅത്ത് നടക്കുന്ന സമയത്ത് അങ്ങാടിയിൽ പള്ളിയുടെ ഭാഗത്തു കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു പ്രവണത നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഏതെല്ലാം നല്ല നല്ല സദസ്സുകളുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഈമാനിന്റെ തുടിപ്പ് അവിടെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി
ഒരുപാട് വൈകിയ സമയത്താണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. പ്രിയമുള്ളവരെ, ഈ ബദർ ശുഹദാക്കളെ, ബദരീങ്ങളെ സ്മരിക്കുന്ന ഈ സമയത്ത് അവസാനമായി പറയാനുള്ളത്, അവര് ആർജിച്ചെടുത്ത, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി നിന്ന് ആർജിച്ചെടുത്ത ഇസ്ലാമിക കൃത്യമായ ജീവിതം, ആ ജീവിതം നമ്മൾ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഇവിടെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ ഈ സദസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു, ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുള്ളൂ, ഞാൻ പോയിട്ടില്ല, വിശ്രമിക്കാൻ പോയിട്ടില്ല. നമ്മളൊക്കെ ഇനി നാളെ ഡ്യൂട്ടിയുള്ള ആളുകളാണ്. ഇൻഷാ അല്ലാഹ് അതും നമ്മുടെ കൂട്ടത്തിൽ വേണം. വിശ്രമം നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് ആരോഗ്യവും മറ്റൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അതൊക്കെ അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവസാനമായി പറഞ്ഞത്, നമുക്ക് ഈ ഉള്ള അവലംബം ഈ ബദരീങ്ങളാണ്. നമുക്ക് ഉള്ള അവലംബം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി നമുക്ക് നമ്മുടെ നേതൃത്വം നൽകുന്ന ഓരോ പരിശീലനങ്ങളും എത്രത്തിൽ നമ്മുടെ യൂണിറ്റിൽ നമ്മൾക്ക് കൂടിയിരിക്കാൻ വേണ്ടി നമ്മൾ മാസത്തിൽ ഒരിക്കൽ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കൂടിയിരുത്തം പരസ്പരം ഈമാനുള്ള മനുഷ്യന്മാർ തമ്മിൽ ചേരുമ്പോൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, മക്കയിൽ നിന്ന് തന്നെ ഉള്ള സമയത്ത് ബദറിനെ കുറിച്ചുള്ള ഒരു സൂചന, അതിന്റെ വിജയത്തിനെ കുറിച്ചുള്ള ഒരു സൂചന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് സമയമായിട്ടില്ല. അതിന്റെ സമയമായത് മദീനയിൽ എത്തിയ സമയത്താണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്, ശത്രുക്കളായ പ്രമുഖന്മാരായ ആളുകൾ ഇവിടെയാണ് വീഴുക, അവിടെയാണ് ഇന്ന ആള് വീഴുക, ഇവിടെയാണ് ഇന്ന ആള് ഉണ്ടാവുക എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ ചരിത്രം നമുക്കറിയാം. എങ്കിലും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കൂടെ ഇരുന്ന് ഈ വിഷയത്തിൽ ഒരു ധാരണ ഉണ്ടാക്കി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രവർത്തകരായ നമുക്കൊക്കെ ലഭിക്കേണ്ട ഒരു വലിയ മാതൃകയാണത്. 10 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മുടെ CB-യിൽ 10 പേരുണ്ടെങ്കിൽ, ആ 10 പേരെയും ഒരു വിഷയത്തിൽ നമുക്ക് ഒപ്പം നിർത്താൻ കഴിയണം. ചില ആളുകൾ ചിലപ്പോ എന്ത് ചെയ്യും, അപ്പം കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു 4-5 ആളുണ്ട്, അവരിങ്ങനെ ഗ്രൂപ്പിൽ പറയും, അപ്പൊ ഉണ്ടാണ്ട് നിൽക്കുന്ന ഒരാളുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഡ്യൂട്ടി സംബന്ധമായി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അദ്ദേഹം ഒരു പുതിയ പ്രവർത്തകനാണ്, എങ്ങനെയാണ് ഇവരെ ഇടയിൽ എന്തെങ്കിലും സംസാരിക്കുക അതുപോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ പൾസ് നമ്മൾ അറിയണം. 10 പേരുണ്ടെങ്കിൽ 10 പേരെ പൾസ് അവിടുത്തെ ജനറൽ കൺവീനറിനും പ്രസിഡന്റിനും അറിയണം. ആ പൾസ് അറിഞ്ഞിട്ട് വേണം ഓരോ ആളുകളെ, എങ്കിലേ നമുക്ക് നല്ല നല്ല പ്രവർത്തകരെ യൂണിറ്റിൽ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. അവരെയാണ് നമുക്ക് പിന്നീട് ഡിവിഷനിലേക്ക് വലിക്കാൻ പറ്റുള്ളൂ. ഡിവിഷനിൽ നന്നായി തിളങ്ങുന്നവരെ നമുക്ക് റീജിയണിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ടീമിനെ വാർത്തെടുക്കുന്ന വിഷയത്തിൽ പ്രിയമുള്ളവരെ, ബദരീങ്ങൾ നമ്മളെ ഒപ്പുണ്ടാകണം. ബദരീങ്ങൾ ഒപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ പറ്റി ഇങ്ങനെ പാടലും പറയലും മാത്രമല്ല, അവര് ഇട്ടേച്ചു പോയ, അവരിവിടെ ജീവിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച് കാണിച്ചു തന്ന ഒരുപാട് മാതൃകകളുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു എല്ലാം ഏറ്റെടുത്തുള്ളതാണ്. പിന്നെ സ്വഹാബത്ത് എന്റെ കൂടെ ഉണ്ട്, പോയോ, വേഗം യുദ്ധത്തിന് പോയല്ലോ, അള്ളാഹുവിനോട് കൈമലർത്തി, അള്ളാഹുവിനോട് തവക്കുൽ ചെയ്തു, അള്ളാഹുവിനെല്ലാം ഭരമേൽപ്പിച്ചു. ഈ സംഘത്തെ അള്ളാഹുവെ നീ രക്ഷിച്ചിട്ടില്ലെങ്കിൽ, നീ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ ഭൂലോകത്തൊരു മനുഷ്യനും മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ പ്രാർത്ഥന. നാം എന്തൊരു വിഷയം ഉണ്ടാകുമ്പോഴും അങ്ങനെയാണ്, നമ്മൾ വെറുതെ ഒരുമിച്ച് കൂടാണ്, എങ്കിലും ഒരു ഫാത്തിഹ വിളിച്ച് നമ്മൾ ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ. മാത്രമല്ല ദുആ വലിയ കാര്യമാണ്. ഈ പരിശുദ്ധ റമളാൻ ദുആഇന്റെ മാസമാണ് എന്ന് വരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനകളെ കൊണ്ട് പ്രത്യേകിച്ച് വിശേഷിച്ച് നാം നിലകൊള്ളുന്നത് മഗ്ഫിറത്തിന്റെ 10-ലാണ്. അതിനൊക്കെ കുറിച്ച് വിശദമായി നമുക്ക് അറിയുന്നത് കൊണ്ട് ആ ഭാഗം അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ നിലനിൽക്കുന്ന മഗ്ഫിറത്തിന്റെ 10 അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് ചോദിക്കാത്ത ആള് അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് എന്നാണ്.
എന്നാൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാള് അല്ലാഹു തആലയോട് ചോദിച്ചാൽ അല്ലാഹു അയാളെ സീറയാക്കി വിടുകയില്ല. ആ ഉസ്താദെ കുറെ ആയില്ല ഇങ്ങനെ ചോദിക്കുന്നു, എനിക്ക് മക്കളില്ല, ഞാൻ കുറെ ആയി ചോദിക്കുന്നു, എനിക്ക് നല്ല ജോലി ഇപ്പോഴും ശരിയായിട്ടില്ല, കുറെ കാലമായി ചോദിക്കുന്നു. നിരന്തരമായി ചോദിക്കണം എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ചോദിക്കപ്പെടുമ്പോ ചിലപ്പോ അതെന്നെ കിട്ടിക്കോളണം എന്നില്ല. അല്ലാഹു തആല വേറെന്തെങ്കിലും ഖൈറാത്തുകൾ നൽകും. ചിലപ്പോ വേറെ ഒരു ഖൈറ് നൽകിയില്ല, വേറെ അയാളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് എന്ന് വരാം. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിൽ അതിന്റെ കൂലിയൊക്കെയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ സ്വഹാബത്ത് ജീവിച്ച് കാണിച്ചത് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ സംഘടനാ ജീവിതത്തിലും നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലും നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ അത് പ്രകടമായി കാണത്തക്ക രൂപത്തിൽ വർത്തിക്കാൻ, അങ്ങനെ ഒരു നല്ല പ്രവർത്തകനാകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ചുരുക്കുകയാണ്. അള്ളാഹു ജല്ല ജലാലുഹു ഈ ബദരീങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത നമുക്ക് വലിയ ഖൈറ് നൽകുമാറാകട്ടെ. അവർ കാണിച്ചു തന്ന നല്ല ജീവിതം അള്ളാഹു നമുക്ക് നെഞ്ചിലേറ്റാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ബദരീങ്ങൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ കയറി വരുന്നു. ബദരീങ്ങളിൽ വന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കാൻ വളരെ പ്രയാസപ്പെട്ട് ചില പ്രമുഖന്മാരായ ആളുകളൊക്കെ അടുത്ത് എത്തിയ ആളുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദരീങ്ങളെ കണ്ട്, നിങ്ങൾ എന്താ ആരും എണീറ്റ് നിൽക്കാത്തത്, അവരെ ബഹുമാനിക്കാത്തത് എന്താ, അവർക്ക് സദസ്സിൽ സ്ഥലം കൊടുക്കാത്തത് എന്താ? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞിരുന്നു, ബദരീങ്ങളെ എപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെ ആ ബദരീങ്ങളെ നന്നായി സ്നേഹിക്കാനും അവർക്ക് ഫാത്തിഹ ഓതാനും അവരുടെ മദ്ഹ് ചൊല്ലാനും അവരുടെ ജീവിതം പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.